എൻ്റെ അച്ഛൻ മരിച്ച ദിവസം. ഓർമ്മയിൽ വന്നത് എന്നെ നദിക്കരയിലേക്ക് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയ ആദ്യ ദിവസം. അന്നു മുതൽ 4-5 മണിക്കൂർ നദിയോടൊപ്പം ആയിരിക്കുക എന്നത് എൻ്റെ ദിനചര്യയായി തീർന്നു. പുലർച്ചെ 3 മുതൽ ഞാൻ നദിയുടെ കൂടെയായിരിക്കും. ആകാശം നക്ഷത്രങ്ങളാൽ നിറയും. നക്ഷത്രങ്ങൾ നദിയിൽ പ്രതിഫലിക്കും. വളരെ മനോഹരമായ നദി. അതിൻ്റെ വെള്ളത്തിന് മധുരമാണ്. ആളുകൾ അതിനെ ശക്കർ എന്ന് പേരിട്ടിരുന്നു. ശക്കർ എന്നാൽ പഞ്ചസാര. ഗണിതമോ ഭാഷയോ വ്യാകരണമോ ഭൂമിശാസ്ത്രമോ ചരിത്രമോ പഠിപ്പിക്കാൻ എൻ്റെ അച്ഛനും മെനക്കെട്ടിരുന്നില്ല. പകരം നദിയുമായുള്ള കൂട്ടായ്മയായിരുന്നു അച്ഛൻ എന്നെക്കൊണ്ട് ചെയ്ത ഏക വിദ്യാഭ്യാസം. അച്ഛനും നദിയുമായി ആഴത്തിലുള്ള പ്രണയത്തിലായിരുന്നു. ചലിക്കുന്നവയോടും ഒഴുകുന്നവയോടും നിങ്ങൾക്ക് പ്രണയമുണ്ടാകുമ്പോൾ ജീവിതത്തെ കാണുന്നതിനുള്ള ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകും. ആ നദിയുടെ ഏറ്റവും അകലെയുള്ള ഒരു കോണിലേക്ക് ഞാൻ പോകും. ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ ഇരിക്കാൻ മാത്രം. അവിടെ ഉണ്ടായിരിക്കുക എന്നത് മനോഹരമായ അനുഭവമാണ്. ഞാൻ കുളിക്കും, നീന്തും. സൂര്യനുദിക്കുമ്പോൾ മറുകരയിലേക്ക് പോകും. നദിയുടെ തീരത്തെ മണലിൽ സൂര്യന് കീഴേ കിടക്കുമ്പോൾ എന്നിലെ നനവ് സൂര്യൻ ഒപ്പിയെടുക്കും. ചിലപ്പോൾ അവിടെ അങ്ങനെ കിടന്നുറങ്ങും. എല്ലാം ഞാൻ സംഭവിക്കാൻ അനുവദിക്കുകയായിരുന്നു. നീന്തണമെന്ന് തോന്നിയാൽ നീന്തും, ഉറങ്ങണമെന്ന് തോന്നിയാൽ ഉറങ്ങും. സംഭവിക്കാൻ അനുവദിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ ആദ്യത്തെ സദോര്യ അനുഭവങ്ങൾ ആരംഭിച്ചത് ആ നദിക്കരയിലാണ്. ഫ്രം ഗ്ലിംസസ് ഓഫ് എ ഗോൾഡൻ ചൈൽഡ്ഹുഡ്, ഓഷോ.